ആരും പേടിക്കരുത്, ആരും വിഷമിക്കുകയും ചെയ്യരുത്. അനിവാര്യമായത് സംഭവിച്ചു എന്ന് മാത്രമേ നിങ്ങൾ കരുതാവൂ. ഞാനിത് ആദ്യമേ തന്നെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അത്തരത്തിലുള്ള ഒരു വാർത്തയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഒന്നുകൂടി പറയുന്നു, ആരും വിഷമിക്കരുത്. കഴിഞ്ഞ ദിവസം രാജ്യത്തെ മുൻനിര ദേശീയ മാധ്യമമായ ആജിതക്ക് ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. വാർത്തയുടെ തലക്കെട്ട് ഇതായിരുന്നു: VBG റാംജി സ്കീം അതിൻ്റെ തുടക്കത്തിൽ തന്നെ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് അഥവാ MNREGA പദ്ധതിയേക്കാൾ 50% പിന്നിലാണ്. ഈ വലിയ പേരുകളും മറ്റും കേട്ട് ആരും അമ്പരക്കേണ്ട. എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പച്ച മലയാളത്തിൽ കാര്യം പറഞ്ഞു തരാം. സ്ത്രീകൾക്ക് സ്വന്തമായി 10 കാശ് കയ്യിൽ വരുന്ന തൊഴിലുറപ്പ് പദ്ധതിയില്ലേ, ആ പദ്ധതിയിൽ തൊഴിലവസരങ്ങൾ 50% കുറഞ്ഞു എന്ന്. ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, തൊഴിലുറപ്പ് പദ്ധതി തകർച്ചയിലാണ് എന്ന്. ചരിത്രവും വർത്തമാനങ്ങളും പലപ്പോഴും നമ്മളോട് സംസാരിക്കുന്നത് അക്കങ്ങളിലൂടെയാണ്. ചില അക്കങ്ങൾ വിജയത്തിൻ്റെ കഥ പറയുമ്പോൾ മറ്റു ചില അക്കങ്ങൾ വഞ്ചനയുടെയും കണ്ണീരിൻ്റെയും വലിയൊരു കടൽ തന്നെ നമുക്ക് മുന്നിൽ തുറന്നിടും. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അത്തരമൊരു വഞ്ചനയുടെ കഥയാണ്. 100 കോടിയിലധികം വരുന്ന ഒരു ജനതയുടെ അന്നം മുട്ടിച്ച, ഇന്ത്യയിലെ കോടിക്കണക്കിന് വരുന്ന സാധാരണക്കാരായ സ്ത്രീകളുടെ അടുപ്പിലെ തീ കെടുത്തിയ, ദില്ലിയിലെ AC മുറികളിലിരുന്ന് മെനഞ്ഞെടുത്ത ഒരു വമ്പൻ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ കഥ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയായിരുന്നു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി അഥവാ തൊഴിലുറപ്പ്. പട്ടിണിയും വരൾച്ചയും കൊണ്ട് വലഞ്ഞ ഇന്ത്യൻ ഗ്രാമങ്ങൾക്ക് അതൊരു ജീവവായുവായിരുന്നു. എന്നാൽ 2026 ജൂലൈ 1-ാം തീയതി വലിയൊരു നാടകീയതയോടെ, കോടിക്കണക്കിന് രൂപയുടെ പരസ്യങ്ങളുടെ അകമ്പടിയോടെ കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാർ ഒരു പുതിയ പ്രഖ്യാപനം നടത്തി. വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ഏവം അജീവിക മിഷൻ ഗ്രാമീൺ അഥവാ ചുരുക്കത്തിൽ VBG റാംജി. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റി പുതിയ പദ്ധതി നിലവിൽ വന്നു എന്നർത്ഥം. 2 പതിറ്റാണ്ടോളം പഴക്കമുള്ള തൊഴിലുറപ്പ് പദ്ധതിയെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് അതിന് പുതിയൊരു പേരണിയിച്ച് BJP സർക്കാർ അവതരിപ്പിച്ചപ്പോൾ അവർ നൽകിയ വാഗ്ദാനങ്ങൾ ചെറുതായിരുന്നില്ല. തൊഴിൽ ദിനങ്ങൾ 100-ൽ നിന്ന് 125 ഉയർത്തും. മിനിമം കൂലി 300 രൂപയാക്കും. ഗ്രാമീണ ഇന്ത്യയുടെ മുഖച്ഛായ മാറ്റാൻ പോകുന്ന മാസ്റ്റർ സ്ട്രോക്ക് എന്നായിരുന്നു BJP നേതാക്കളും അനുകൂല മാധ്യമങ്ങളും ഇതിനെ വാഴ്ത്തിപ്പാടിയത്. എന്നാൽ സത്യം എന്തായിരുന്നു? ആ പ്രഖ്യാപനത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം ഗ്രാമീണരെ സഹായിക്കലായിരുന്നോ, അതോ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ തകർക്കലായിരുന്നോ? ഇന്ത്യൻ പാർലമെൻറ്റിൽ നെഞ്ചു വിരിച്ച് നിന്നുകൊണ്ട് ഭരണാധികാരികൾ പറഞ്ഞു, തൊഴിൽ ആവശ്യപ്പെട്ട 99.5% ആളുകൾക്കും ഞങ്ങൾ ജോലി നൽകി. പുതിയ പദ്ധതി വൻ വിജയമാണ്. എന്നാൽ അധികാരത്തിൻ്റെ ഇടനാഴികളിൽ മുഴങ്ങിയ ആ വാക്കുകൾ പച്ചക്കള്ളമായിരുന്നു എന്ന് തെളിയിക്കാൻ കേവലം 1 മാസം മാത്രമേ വേണ്ടി വന്നുള്ളൂ. ആജിതക്കുൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട 2026 ജൂലൈ മാസത്തെ കണക്കുകൾ ഇന്ത്യയെ ഒന്നാകെ ഞെട്ടിക്കുന്നതായിരുന്നു. കഴിഞ്ഞ വർഷം, അതായത് 2025 ജൂലൈയിൽ പഴയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഇന്ത്യയിൽ ഒട്ടാകെ സൃഷ്ടിക്കപ്പെട്ടത് 15.33 കോടി തൊഴിൽ ദിനങ്ങളായിരുന്നു. എന്നാൽ പുതിയ പദ്ധതി നിലവിൽ വന്ന ആദ്യ മാസമായ 2026 ജൂലൈയിൽ ഇത് വെറും 7.67 കോടിയായി കൂപ്പുകുത്തി. കൃത്യമായി പറഞ്ഞാൽ ഗ്രാമീണ തൊഴിലവസരങ്ങളിൽ ഉണ്ടായത് 50%-ൻ്റെ വൻ ഇടിവ്. എവിടെ പോയി ആ വാഗ്ദാനങ്ങൾ? എവിടെ പോയി ആ 125 ദിവസത്തെ തൊഴിൽ ഗ്യാരണ്ടി? ഇതൊരു ചെറിയ സംഖ്യയല്ല സുഹൃത്തുക്കളെ. 7.66 കോടി തൊഴിൽ ദിനങ്ങൾ ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് കുടുംബങ്ങളുടെ 1 മാസത്തെ വരുമാനമാണ് ഇല്ലാതായത്. മരുന്നിനും കുട്ടികളുടെ പഠനത്തിനും ഒരിത്തിരി റേഷൻ വാങ്ങാനും വേണ്ടി പൊരി വെയിലിൽ മണ്ണ് ചുമക്കാൻ തയ്യാറായി നിന്ന മനുഷ്യരുടെ മുഖത്തേക്കാണ് BJP സർക്കാർ വാതിലുകൾ കൊട്ടിയടച്ചത്. ഈ തകർച്ചയുടെ ഏറ്റവും വലിയ ഇരകൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് ഇന്ത്യയിലെ സ്ത്രീകളാണ്, പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലെ സ്ത്രീകൾ. ഇന്ത്യൻ പുരുഷാധിപത്യ സമൂഹത്തിൽ ഒരു സ്ത്രീക്ക് സ്വന്തമായി ഒരു വരുമാനം ലഭിക്കാൻ, സ്വന്തം കാലിൽ നിൽക്കാൻ ഏറ്റവും വലിയ ആശ്രയമായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി. ഭർത്താവിൻ്റെയോ അച്ഛൻ്റെയോ മുന്നിൽ കൈനീട്ടാതെ സ്വന്തം വിയർപ്പിലൂടെ അവർ നേടിയെടുക്കുന്ന ആ പണമായിരുന്നു അവരുടെ സ്വാതന്ത്ര്യം. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ചലിപ്പിച്ചിരുന്നത് ആ സ്ത്രീകളുടെ കൈകളിലെ നാണയത്തൂട്ടുകളായിരുന്നു. എന്നാൽ ഈ പുതിയ VBG റാംജി പദ്ധതി വന്നതോടെ ആ സ്ത്രീകളുടെ നടുവൊടിഞ്ഞു. ഫണ്ടുകൾ വെട്ടിക്കുറച്ചു, പുതിയ നിബന്ധനകൾ കൊണ്ടുവന്നു. ഡിജിറ്റൽ ഹാജർ പോലെയുള്ള സങ്കീർണമായ കടമ്പകൾ തീർത്ത് സാധാരണക്കാരിൽ സാധാരണക്കാരായ സ്ത്രീകളെ തൊഴിലിടങ്ങളിൽ നിന്ന് BJP സർക്കാർ പടിയിറക്കി വിട്ടു. ഇതാണോ അവർ പറഞ്ഞ സ്ത്രീ ശാക്തീകരണം?
ഇതാണോ അവർ വാഗ്ദാനം ചെയ്ത വികസിത ഭാരതം? കേന്ദ്ര സർക്കാരിൻ്റെ ഈ വഞ്ചനയുടെ ആഴം മനസ്സിലാകണമെങ്കിൽ നാം നമ്മുടെ സ്വന്തം നാടായ കേരളത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. BJP സർക്കാർ രാജ്യത്തൊട്ടാകെ ഈ പദ്ധതിയെ എങ്ങനെ തകർത്തു എന്ന് നാം കണ്ടു. എന്നാൽ ഇതേ പദ്ധതിയെ ഒരു സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ ജനങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്രദമാക്കാമെന്ന് കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ കേരളത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അതൊരു ചരിത്രമാണ്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയെ വെറുമൊരു കുഴിവെട്ടൽ പരിപാടിയായിട്ടല്ല കണ്ടത്. അതൊരു നാടിൻ്റെ മുഖച്ഛായ മാറ്റാനുള്ള, സ്ത്രീകളെ ശാക്തീകരിക്കാനുള്ള ഒരു ആയുധമായിട്ടാണ് അവർ മാറ്റിയെടുത്തത്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും കാണാത്ത തരത്തിൽ കേരളത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികളിൽ 90% സ്ത്രീകളായിരുന്നു. കുടുംബശ്രീയുമായി ചേർന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൃത്യമായ ഏകോപനത്തോടെ കേരളത്തിലെ ഇടതു സർക്കാർ ഈ പദ്ധതിയെ കാർഷിക മേഖലയുമായി ബന്ധിപ്പിച്ചു. തരിച്ചു കിടന്ന ആയിരക്കണക്കിന് ഹെക്ടർ ഭൂമിയിലാണ് തൊഴിലുറപ്പ് തൊഴിലാളികളായ സ്ത്രീകൾ പൊന്നു വിളയിച്ചത്. സുഭിക്ഷ കേരളം പോലെയുള്ള പദ്ധതികളിലൂടെ നാടിൻ്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൽ ഈ സ്ത്രീകൾ വഹിച്ച പങ്ക് ചെറുതല്ല. തോടുകൾ വൃത്തിയാക്കിയും മഴവെള്ള സംഭരണികൾ നിർമ്മിച്ചും നാടിൻ്റെ ജലസമൃദ്ധി അവർ തിരികെ കൊണ്ടുവന്നു. സ്വന്തമായി കൃഷി ചെയ്യാനും മൃഗസംരക്ഷണ മേഖലയിലേക്ക് കടന്നു വരാനും ഇടതുപക്ഷ സർക്കാർ അവർക്ക് ഈ പദ്ധതിയിലൂടെ വഴിയൊരുക്കി. കേന്ദ്ര സർക്കാർ ഫണ്ടുകൾ തടഞ്ഞുവെച്ചപ്പോഴും മാസങ്ങളോളം കൂലി കുടിശ്ശിക വരുത്തിയപ്പോഴും കേരളത്തിലെ ഇടതു സർക്കാർ തങ്ങളുടെ തനത് ഫണ്ടിൽ നിന്നും പണം അനുവദിച്ച് തൊഴിലാളികളെ ചേർത്ത് പിടിച്ചു. അതായിരുന്നു ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടത്തിൻ്റെ ലക്ഷണം. ദില്ലിയിൽ ഇരുന്നു കൊണ്ട് BJP സർക്കാർ തൊഴിലുറപ്പിൻ്റെ കഴുത്തുഞ്ഞിരിക്കാൻ ശ്രമിച്ചപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷം ആ തൊഴിലാളികൾക്ക് മാന്യമായ വിശ്രമ കേന്ദ്രങ്ങളും കുടിവെള്ളവും ആവശ്യമെങ്കിൽ ചികിത്സാ സഹായവും വരെ ഉറപ്പാക്കി. അതാണ് കേരള മോഡൽ. അതാണ് ജനപക്ഷ രാഷ്ട്രീയം. ഇന്ന് 2026 നാം നിൽക്കുമ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഒരു വശത്ത് കോർപ്പറേറ്റുകളുടെ കോടിക്കണക്കിന് രൂപയുടെ കടങ്ങൾ എഴുതിത്തള്ളുകയും അതേസമയം പാവപ്പെട്ടവൻ്റെ തൊഴിലുറപ്പ് പദ്ധതിക്ക് പേരുമാറ്റിയിട്ട് ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയും ചെയ്യുന്ന ദില്ലിയിലെ BJP സർക്കാർ. മറുവശത്ത് ഉള്ള പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് സാധാരണക്കാരനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച കേരളത്തിലെ സ്വന്തം അനുഭവം. പേരുമാറ്റിയാൽ പട്ടിണി മാറില്ല എന്ന് കേന്ദ്രം ഭരിക്കുന്നവർ മനസ്സിലാക്കണം. വികസിത ഭാരതം എന്ന ബോർഡ് വച്ചതുകൊണ്ട് മാത്രം ഗ്രാമീണരുടെ വയറ് നിറയില്ല. 15 കോടിയിൽ നിന്ന് ഒറ്റയടിക്ക് 7 കോടിയിലേക്ക് തൊഴിൽ ദിനങ്ങൾ കുറഞ്ഞത് ഒരു സൂചനയാണ്. വരാനിരിക്കുന്ന വലിയൊരു സാമ്പത്തിക തകർച്ചയുടെ, രൂക്ഷമായ തൊഴിലില്ലായ്മയുടെ മുന്നറിയിപ്പാണത്. ഇനിയും നാം കണ്ണടച്ച് ഇരുട്ടാക്കണോ? വാഗ്ദാനങ്ങളുടെ പൊള്ളത്തരങ്ങൾ തിരിച്ചറിയാൻ നാം ഇനിയും എത്ര കാലം കാത്തിരിക്കണം? ഈ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. അധികാരത്തിൻ്റെ മട്ടുപ്പാവിലിരിക്കുന്നവർക്ക് താഴെത്തട്ടിലെ മനുഷ്യൻ്റെ വിയർപ്പിൻ്റെ വില മനസ്സിലാകുന്നതുവരെ നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ വേണം. കാരണം ഇത് കേവലം അക്കങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ഇത് കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവൻ്റെയും അഭിമാനത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയും പോരാട്ടമാണ്.